അപ്പോൾ ഇന്ന് ലഞ്ചിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യം എത്ര ടിഫിനുണ്ടെന്ന് നോക്കാം. 1 2 3 4 ടിഫിനുണ്ട്. ആദ്യം ടിഫിൻ നോക്കാം. ഇതിനകത്ത് മില്ലറ്റ് റൈസാണ്. അല്പം പിക്കിൾ മേളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഉള്ളിയാണ്. ഉള്ളി അതായത് സ്പ്രിംഗ് ഒനിയൻ്റെ കൂട്ടാനാണ്. ദാലും അതായത് പരിപ്പും സ്പ്രിംഗ് ഒനിയനും എല്ലാം കൂടി ഇട്ടുണ്ടാക്കിയതാണ്. പരിപ്പ് കറി. ഇത് പപ്പടം. അത് അരിപ്പപ്പടമുണ്ട്, നോർമൽ പപ്പടമുണ്ട്. ഇത് തൈരാണ്. തൈര് ബീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അച്ചാർ ഓൾറെഡി വെള്ളമുണ്ട്. അതെന്ന് വെച്ചാൽ നല്ല ക്രീമി തൈര് അതിനകത്ത് ഒഴിക്കാം. ആരോ പറഞ്ഞിരുന്നു അച്ചാർ ആദ്യം എടുത്ത് വെച്ചിട്ട് പിന്നെ ചോറ് വിളമ്പിയാൽ മതിയെന്ന്. അപ്പോൾ അങ്ങനെ വെച്ചതാണ് ഇപ്രാവശ്യം. അപ്പം 2 ടിഫിൻ എടുക്കാം. 1 2 3 ടിഫിനുണ്ട്. പിന്നെ ഇത് 2 പൊന്നിയരിയാണ്, മാറ്റി വെച്ചു. ഇത് സാമ്പാർ, വെണ്ടയ്ക്ക സാമ്പാറാണ്. പാലക്കാടൻ വെണ്ടയ്ക്ക സാമ്പാർ. ഓക്കെ. പിന്നെ ഇത് ക്യാരറ്റ് തോരൻ, അല്ല മെഴുക്കുരട്ടി. അവിടെ ക്യാരറ്റ് മെഴുക്കുരട്ടിയാണ്. അതായത് ഉപ്പേരി, ക്യാരറ്റ് ഉപ്പേരി. അപ്പം എന്തായാലും പപ്പടം എടുക്കാം. പപ്പടം എടുത്തുകൊണ്ട് പൊടിച്ചു. ആ തൈരുമൊക്കെ ഒന്ന് മിക്സ് ചെയ്തു. അപ്പം നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ്റെ കൂട്ടാൻ ഉള്ളിയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാക്കി. പിന്നെ ക്യാരറ്റ് ഉപ്പേരി അവർ പറയുന്ന പോലെ, മെഴുക്കുരട്ടി, നാരായണക്ക് ഉപ്പേരി എന്നാണ് പറയുന്നത്. ഇത് വെണ്ടയ്ക്ക സാമ്പാർ. ഇച്ചിരി പിക്കിളോട് എടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ച് നോക്കാം. നല്ല കോമ്പിനേഷനാണ്. പലരും ചോദിക്കും ഇത് മിക്സ് ചെയ്താണ് കഴിക്കുന്നത്. എനിക്ക് മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഇഷ്ടം. വേറെയും ഞാൻ കഴിക്കാറുണ്ട്. അതും എൻജോയ് ചെയ്യും, ഇതും എൻജോയ് ചെയ്യും. ആഹാ, നല്ല ടേസ്റ്റി കോമ്പിനേഷനാണ്. ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെയും കഴിക്കാം, അല്ലാതെ സെപ്പറേറ്റ് കഴിക്കാം. സെപ്പറേറ്റ് കഴിക്കാത്തതെന്ന് പറഞ്ഞാൽ അത് കഴിക്കുന്ന ഓരോന്ന് കാണിക്കാൻ ഒരുപാട് നീളമായിപ്പോവും നമ്മുടെ വീഡിയോ. അതുകൊണ്ടാണ്. ഓക്കെ.